മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനം വൈകുമെന്നതാണ്. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, അവിടുത്തെ ആശയക്കുഴപ്പവും കൺഫ്യൂഷനും ഒന്നും അവസാനിച്ചിട്ടില്ലേ? ഈ എംപിമാർ മത്സരിക്കുന്ന അല്ലെങ്കിൽ എംപിമാർ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വൈകുമെന്ന സൂചനകളാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. പക്ഷേ സുധാകരനെയും അടൂർ പ്രകാശിനെയും അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രമേശ് ചെന്നിത്തല സുധാകരനുമായി ആദ്യവട്ട ചർച്ച നടത്തിയതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സുധാകരൻ ഒരു കാരണവശാലും പാർട്ടിക്ക് വിരുദ്ധമായി, പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിക്കില്ല എന്ന ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് അദ്ദേഹം പറയുന്ന കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിത്വം നൽകാനുള്ള ഒരു സന്നദ്ധത ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ സുധാകരൻ ആരുടെ പേര് പറയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത്തരമൊരു നിർദ്ദേശത്തോട് സുധാകരന് സ്വീകാര്യമാകുമോ എന്ന കാര്യവും സംശയമായി എന്ന ഒരു അവ്യക്തതയും കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കോന്നിയെ സംബന്ധിച്ചും സമാനമായ രീതിയിൽ അടൂർ പ്രകാശ് അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറയുന്ന വ്യക്തിക്ക് സീറ്റ് നൽകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. കഴിഞ്ഞ തവണ റോബിൻ പീറ്ററാണ് കോന്നിയിൽ മത്സരിച്ചിരുന്നത്. പക്ഷേ റോബിൻ പീറ്റർ ഇത്തവണ കോന്നിയിൽ വരികയാണെങ്കിൽ വീണ്ടും പത്തനംതിട്ടയിലെ നിലവിൽ ധാരണയായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള സാമുദായികമായ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. ഇതെല്ലാം തന്നെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ഡൽഹിയിൽ വിവിധ തലങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ, അതായത് ഇവർ മത്സരിക്കുന്നില്ല എങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ, ഇവർ പറയുന്നത് ഈ രണ്ട് നേതാക്കളും പറയുന്നത് ആരാണ്, അവരുടെ പിൻഗാമികളായ മണ്ഡലങ്ങളിൽ അവർ നിശ്ചയിക്കുന്നത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാകാനാണ് സാധ്യത.